Hey, it's Nichu. Welcome back to Root Cinemas. ഇന്നത്തെ വീഡിയോ റിസോൾവിന്റെ കളർ ഗ്രേഡിംഗ് ടിപ്സ് ആണ്. എങ്ങനെ ഒരു കളർ ഗ്രേഡ് റീയൂസ് ചെയ്യാം, ഗ്രേഡ് ചെയ്ത ഒരു ക്ലിപ്പിൽ നിന്നും ഗ്രേഡ് ചെയ്യാത്ത ഒരു ക്ലിപ്പിലേക്ക് ഗ്രേഡ് എങ്ങനെ അപ്ലൈ ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് തന്നെ. അഡോബി പ്രീമിയർ പ്രോയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. കാരണം ഒരു ഗ്രേഡ് കോപ്പി ചെയ്യുക എന്നുള്ളത് സിമ്പിൾ അല്ലേ, അഡ്ജസ്റ്റബിൾ ലെയർ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ പോരെ. എന്നാൽ റിസോൾവിലെ കളർ ഗ്രേഡിംഗ് അങ്ങനെയല്ല. റിസോൾവ് എന്ന് പറഞ്ഞ ഒരു നോട്ട് ഡ്രിവൺ കളർ ഗ്രേഡിംഗ് ടൂളാണ്. അതുകൊണ്ട് തന്നെ ഗ്രേഡ് കോപ്പി പേസ്റ്റ് ചെയ്യാനോ അല്ല കോപ്പി ചെയ്യാനോ വേണ്ടി ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രേഡ് കോപ്പി ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കളർ പേജിലാണ്. ഇവിടെ കുറച്ചേറെ ക്ലിപ്പുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്ലേ ബാക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിലെ ചില ക്ലിപ്പുകൾ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ചില ക്ലിപ്പ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല. സോ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടൈം ലൈനിൽ ഈ ക്ലിപ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്ലിപ്പിൻ്റെ നമ്പർ 1, 2, 3, 4 അങ്ങനെ ക്ലിപ്പിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ചില ക്ലിപ്പിൽ നമ്പേഴ്സിൽ കളേർഡ് ബോർഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കളേർഡ് ബോർഡേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ക്ലിപ്പ് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും ഇതിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ക്ലിപ്പിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു കളേർഡ് ബോർഡർ വെച്ചിട്ട് ഏത് ക്ലിപ്പാണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് ഏതാണ് കളർ ഗ്രേഡ് ചെയ്യാത്തതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് കളർ ഗ്രേഡ് ചെയ്തതാണ്. ഞാൻ അത്യാവശ്യം ഈ കളർ ഗ്രേഡ് ഞാൻ ഹാപ്പിയാണ്. ഇത് ഞാൻ ലോക്ക് ചെയ്തേക്കാണ്. സോ നിങ്ങൾക്ക് ഇപ്പം ഇത് ലോഗായിരുന്നു, ഇതാണ് ഞാൻ ഗ്രേഡ് ചെയ്തത്. സോ അടുത്ത ക്ലിപ്പുകളൊന്നും ഗ്രേഡ് ചെയ്തിട്ടില്ല. സോ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്ലിപ്പിലെ കളർ ഗ്രേഡ് എങ്ങനെയാണ് അടുത്ത ക്ലിപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നാണ്. ഒരു കോപ്പി പേസ്റ്റ് തന്നെ. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഏത് ക്ലിപ്പിലേക്കാണോ നമ്മൾ കളർ ഗ്രേഡ് അപ്ലൈ ചെയ്യേണ്ടത് ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. എവിടെ നിന്നാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ ക്ലിപ്പിൻ്റെ മുകളിൽ നമ്മൾ മൗസ് വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഗ്രേഡ്. ഹിയർ വി ഗോ. സോ നമ്മളുടെ ഈ ക്ലിപ്പിലെ ഗ്രേഡ് വിത്ത് നോട്ട്രി എനിക്കിപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ പറ്റും. വിത്ത് നോട്ട്രി നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗാലറി ഒന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ പ്ലേ ബാക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത ക്ലിപ്പിലെ പ്രീവിയസ് ക്ലിപ്പിലെ എല്ലാ ഗ്രേഡും അതുപോലെ തന്നെ ഇവിടുന്ന് അപ്ലൈ ആയിട്ടുണ്ട്. സോ ഇത് ഒരു ക്ലിപ്പിൻ്റെ കാര്യമാണ്. സോ ഇനി എനിക്ക് 3 ക്ലിപ്പുണ്ട്. ഈ സെയിം ലൊക്കേഷനിലെടുത്ത് 3 ക്ലിപ്പിലൂടെ ഈ സെയിം ഗ്രേഡ് അപ്ലൈ ചെയ്യണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ ക്ലിപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കമാൻഡ് ഓർ കൺട്രോൾ പ്രസ് ചെയ്യുക, മൾട്ടിപ്പിൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അടുത്ത് എവിടെ നിന്നാണോ നമ്മൾ കോപ്പി ചെയ്യേണ്ട ആ ക്ലിപ്പിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഗ്രേഡ്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ പ്ലേ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്ലിപ്പിൽ ഫുള്ളി ഗ്രേഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പായിരുന്നു. അടുത്ത് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും നമ്മുടെ സെക്കൻഡ് ക്ലിപ്പ്. അടുത്ത് നമ്മളുടെ തേർഡ് ക്ലിപ്പിലേക്ക് ഇപ്പോൾ പോകും. 1 സെക്കൻഡ്. സോ തേർഡ് ക്ലിപ്പിൽ ചെറിയ പ്രശ്നമുണ്ട്. ഒരു ചെറിയ ബ്ലൂവിൻ്റെ കാസ്റ്റ് ഉണ്ട്. സ്കോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ തേർഡ് ക്ലിപ്പിൽ കളർ ബാലൻസിൽ ബ്ലൂ കുറച്ച് മുകളിലാണ്. നമുക്ക് കാണാൻ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. കസ്റ്റം കർവിൽ പോയിട്ട് നമ്മൾ ലിങ്ക് അൺലിങ്ക് ചെയ്യുക, ബ്ലൂവിൻ്റെ ചാനൽ സെലക്ട് ചെയ്യുക, ഒരു ചെറിയ പോയിൻ്റ് മിഡിലായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ബ്ലൂ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലൂ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നോഡ് ഓഫ് ചെയ്യുന്നുണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്. കണ്ടാൽ മനസ്സിലാവും ബ്ലൂ നന്നായിട്ട് കട്ടായിട്ടുണ്ട്. പൊടിക്ക് നമുക്ക് റെഡൂടെ കൂട്ടി കൊടുക്കാം. ചില സമയത്ത് നമ്മൾ ഗ്രേഡ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ കറക്ഷൻസ് ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇതാണ് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലേക്ക് കളർ ഗ്രേഡ് ചെയ്യാമെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു രീതിയിൽ നമ്മൾ കളർ ഗ്രേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ആ കളർ ഗ്രേഡ് ആ ക്ലിപ്പിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് കളർ ഗ്രേഡിംഗ് ഉണ്ടെങ്കിൽ അത് ആ ക്ലിപ്പിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് അറ്റ് എ ടൈം തന്നെ കാണാൻ പറ്റും. അത് ഒന്നിൽ കൂടുതൽ വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ഇപ്പോൾ ഈ ക്ലിപ്പിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ കളർ ഗ്രേഡ് ചെയ്തു. നോട്ട് സ്ട്രീ ലുക്സ് ഗുഡ്. കളർ ഗ്രേഡ് എനിക്കിഷ്ടമായി. ഇത് ഞാൻ ലോക്ക് ചെയ്തു. ഇനി ഈ കളർ ഗ്രേഡ് ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇമേജിൽ വരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഗ്രാബ് സ്റ്റിൽ ചെയ്യുന്നു. ഗ്രാബ് സ്റ്റിൽ ചെയ്യുമ്പോൾ ഈ സ്റ്റില്ല് ഈ ഒരു ഗാലറി, ഇപ്പം ഇത് ഞാൻ ഓഫ് ചെയ്ത് ഓൺ ആക്കുകയാണെങ്കിൽ ഈ ഒരു ഗാലറിയിലാണ് ഇത് സേവ് ആകുക. ഇവിടെ സ്റ്റിൽസും ഉണ്ട്, പവർ ഗ്രേഡ് ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്. സ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മാത്രമുള്ള സ്റ്റിൽസ് സേവ് ചെയ്യുന്നത്. പവർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക് അക്രോസ് ഓൾ ദ പ്രൊജക്ട്സ്. ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പ്രൊജക്ട്സിലെ ഗ്രേഡ്സ് ഞാൻ സ്റ്റില്ലായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. സോ അതുപോലെ തന്നെ ഞാൻ പവർ ഗ്രേഡിൽ ഈ സ്റ്റില്ല് സേവ് ചെയ്യുകയാണ്. ഈ സ്റ്റില്ല് സേവ് ചെയ്യുമ്പോൾ കളർ ഗ്രേഡും അതിലെ എല്ലാ ചേഞ്ചസും നോട്രിയും ഉൾപ്പെടെയാണ് സേവ് ആകുന്നത്. സോ ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ഗ്രാബ് സ്റ്റിൽ,
നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ലേബൽ കൊടുക്കാം യൂട്യൂബ്. ഞാൻ ഈ ഒരു ഇമേജിലെ എല്ലാ കളർ ഗ്രേഡും ഞാൻ ഈ സ്റ്റില്ല് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അടുത്ത ക്ലിപ്പ് എടുക്കുന്നു. നമുക്ക് ഇതിൽ മൗസ് ഓവർ ചെയ്താൽ കാണാൻ പറ്റും ആ സ്റ്റില്ല് ഈ ഇമേജിൽ എങ്ങനെയായിരിക്കും അപ്ലൈ ആവുന്നത്. സോ ഇതിൻ്റെ വേറൊരു വേർഷനാണിത്. ഞാനതിൽ മൗസ് ഓവർ ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആ സ്റ്റില്ല് ആ ഒരു ഇമേജിൽ എങ്ങനെയാണ് അപ്ലൈ ആവുന്നതെന്ന്. ഇനി നമുക്കിപ്പം അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വേർഷൻസ്, ഇപ്പം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച മൾട്ടിപ്പിൾ കളർ ഗ്രേഡിൻ്റെ വേർഷൻസ് ഇതിൽ എങ്ങനെ അപ്ലൈ ആവുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ഓപ്ഷനായ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നു. ഇവിടുന്ന് സെലക്ടഡ് സ്റ്റിൽ ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഗ്രേഡാണോ ആവശ്യം ആ ഗ്രേഡ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തംബ്ലൈൻ ചേഞ്ച് ആവും. എനിക്ക് വേണമെങ്കിൽ 6 വേണമെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ ഇതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇനി ഞാൻ പ്ലേ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ ലോഗ് ഫുട്ടേജാണ്. ഈ ഫസ്റ്റ് കാണുന്ന കോളത്തിലുള്ളത് നമ്മുടെ ലോഗ് ഫുട്ടേജാണ്. നമ്മളുടെ ഫസ്റ്റ് വേർഷനാണ് ഇത്, സെക്കൻഡ് വേർഷനാണ്, തേർഡ് വേർഷനാണ്. ഈ വേർഷൻസ് ഈ ക്ലിപ്പിൽ എങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഏത് ഗ്രേഡ് ആയിരിക്കും ഇതിന് കറക്റ്റായിട്ടുള്ളത് ആ ഗ്രേഡ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ബാക്ക് ടു ഇതിൽ വരുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു ഗ്രേഡാണ് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ ഓഫ് ആക്കുക. ഈ ഒരു ഗ്രേഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ അത് സെലക്ട് ചെയ്യുക, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഗ്രേഡ്. ആ ഗ്രേഡ് ഫുള്ളി അപ്ലൈ ആയിട്ടുണ്ട് വിത്ത് നോട്ട്രി. നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ട്രി ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് മൾട്ടിപ്പിൾ ക്ലിപ്പിലേക്ക് വേണമെങ്കിൽ ഈ മൾട്ടിപ്പിൾ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു, അപ്ലൈ ഗ്രേഡ്. ഇപ്പം നിങ്ങൾക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും, ആ ഗ്രേഡ് എല്ലാം അപ്ലൈ ആയിട്ടുണ്ട്. സോ ഇതായിരുന്നു നെക്സ്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഗ്രാബ്സ്റ്റിൽ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരുന്ന ഗ്രേഡിൽ ഫുള്ളി യൂസ് ചെയ്യാതെ അതിലെ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ഒരു നോഡിലെ കളർ ഗ്രേഡ് മാത്രം എടുത്ത് അടുത്ത ക്ലിപ്പിലേക്ക് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇത് ഞാൻ കളർ ഗ്രേഡ് ചെയ്തതാണ്. സോ ഈ ഒരു ക്ലിപ്പിൽ ലൈറ്റ് റേസ് എന്ന എഫക്ട്സ് ആഡ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ ഒരു ട്യൂബിൽ നിന്നും ഇവിടുന്ന് വരുന്ന ലൈറ്റ്സിന് കുറച്ച് ലൈറ്റിൻ്റെ റേസ് വരുന്നത് കാണാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് ഞാൻ വേറൊരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്ത് ഫുൾ ഗ്രേഡ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതിനു വേണ്ടി ചെയ്ത കളർ ഗ്രേഡ് ഓവർ റൈഡ് ആവും. അപ്പോൾ അതിൽ ലൈറ്റ് റേയുടെ നോഡ് മാത്രം നമുക്ക് കോപ്പി ചെയ്യാം. അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് ക്ലിപ്പിൽ നിന്നാണോ ആ ലൈറ്റ് റേസിൻ്റെ നോഡ് എടുക്കേണ്ടത് ആ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിസ്പ്ലേ നോഡ് ഗ്രാഫ് ഉണ്ട്. സോ ഇതിൽ എനിക്ക് നോഡ് ഗ്രാഫ് കാണാൻ പറ്റും. ഇതെനിക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യും. ഇവിടെ ലൈറ്റ് റേസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഏത് ക്ലിപ്പിലേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു പ്രയറായിട്ട് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിടുക, ഒരു പ്ലേസ് ഹോൾഡറായിട്ട്. അതിന് നമുക്ക് ലേബൽ കൊടുക്കാം. എപ്പോഴും നോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് ലേബൽ കൊടുത്ത് നമ്മുടെ വർക്ക് ഫ്ലോ ഇച്ചിരി സിമ്പിൾ, അത് ഐഡൻറ്റിഫൈ ഇച്ചിരി സിമ്പിളായിരിക്കും. നമ്മുടെ കറക്ഷൻസ് ഇച്ചിരി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്തിലാണ് നമ്മൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്, എന്താണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ എനിക്കിവിടെ ഒരു നോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ലൈറ്റ് റേസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. സോ ഈ ക്ലിപ്പിൻ്റെ മുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഐക്കോൺ ചേഞ്ച് ആയിട്ടുണ്ട്, പ്ലസ് സൈൻ ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ നോഡിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കാണാൻ പറ്റും ആ ലൈറ്റ് റേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഫക്ട്സിൽ വന്നാൽ കാണാൻ പറ്റും ലൈറ്റ് റേസിൽ ഇത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്. ഇത് വേറൊരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ റിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് ഈ എഫക്ട്സ് ഫുൾ ഇടാൻ പറ്റും. നമ്മളുടെ സമയം അത്രത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്കുള്ള ക്ലിപ്പിൽ നിന്ന് എങ്ങനെ ഒരു നോഡായിട്ട് സെലക്ട് ചെയ്യാമെന്ന്. ഇപ്പം ഈ ഒരു ക്ലിപ്പിൽ ഞാൻ നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ നോയ്സ് റിഡക്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോയ്സ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പിൽ നിന്ന് നോയ്സ് റിഡക്ഷൻ നോഡിൽ ആഡ് ചെയ്തിരിക്കുന്ന ഗ്രേഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് അടുത്തൊരു ക്ലിപ്പിൽ നോയ്സ് ഉള്ള ഒരു ക്ലിപ്പിലേക്ക് ഈ നോയ്സ് റിഡക്ഷൻ്റെ നോഡ് മാത്രം എങ്ങനെ പേസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു നോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക, Ctrl+C Command+C കോപ്പി ചെയ്യുക. ഈ ഒരു ക്ലിപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നോയ്സ് ഉള്ളൊരു ക്ലിപ്പാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഈ നോട്രിയിൽ ഒരു പ്ലേസ് ഹോൾഡറായിട്ട് നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൗസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോ കളർ കറക്ഷൻ, അതിലൊന്നുമില്ല, അതൊരു എംപ്റ്റി നോഡാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു, Command+V or Ctrl+V. ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇവിടെ സെറ്റിങ്സ് എല്ലാം കണ്ടാൽ മനസ്സിലാവും നോയ്സ് റിഡക്ഷൻ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂട്യൂബിൻ്റെ കംപ്രഷനിൽ ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല.
സോ ഇത്രയുമായിരുന്നു നമ്മളുടെ കളർ ഗ്രേഡിംഗ് കോപ്പി ചെയ്യുന്നതും അടുത്ത ക്ലിപ്പിലേക്ക് എങ്ങനെ അത് റീയൂസ് ചെയ്യാം എന്നുള്ളത്. ഇനിയും 2-3 ഓപ്ഷൻസും ഉണ്ട്. ലൈറ്റ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് കളർ ഗ്രേഡ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അടുത്ത നിങ്ങളുടെ പ്രൊജക്റ്റിൽ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് മാച്ച് ചെയ്യാനും അതുപോലെ തന്നെ കളർ ഗ്രേഡ് കൺസിസ്റ്റൻസ് ആവാനും ഇത്തരത്തിലുള്ള വർക്ക് ഫ്ലോകൾ യൂസ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കോണ്ടന്റ് അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. നമ്മളുടെ ചാനൽ വളരെ ചെറിയൊരു ചാനലാണ്, കുറച്ച് വ്യൂസ് മാത്രമുള്ള ഒരു ചാനലാണ്. സോ നമ്മളുടെ ചാനൽ വ്യൂ ചെയ്യുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ഫീഡ്ബാക്കും പറയുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.